അളിയാ എന്തോ അളിയാ എടാ എന്താടാ അവനെ പറയാ എന്റെ അളിയ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാലേ വളരത്തുള്ളൂ, അത് മനസ്സിലാക്കാതെ. അങ്ങനെയാണ് നിന്റെ മുടി എന്തോരം വളരണം. നിന്റെ മുടി എന്തോരം വെട്ടുന്നുണ്ടാ? എത്ര പൈസ കളയാ? എടി മാളു, ഈ മോട്ടർ കോഫി വെള്ളം വരുന്നില്ല. പിന്നെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ അളിയാ, ഹാപ്പി ബർത്ത്ഡേ. ഒന്ന് പോടാ. നിന്റെ മകൾ മാളുവിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് ഒരു സാരി മേടിച്ചു കൊടുക്കളി. അതല്ലടാ, എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണം. അതാണ് അത് ഞാൻ പറഞ്ഞുതരാം. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സാരി മേടിക്കാം. അല്ല അളിയൻ എനിക്ക് പറ. എടാ അതല്ലെന്ന്. എടാ ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവക്കൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ഈ സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളല്ലേ. എനിക്കറിയാലോ. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ പരിസരത്ത് തന്നെ നമ്മുടെ അപ്പുറത്ത് വെളിയനാട് എന്നൊരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ കരക്കര. അവിടെ നമ്മുടെ പ്രമോദ് വെളിയനാട് എന്നൊരു ചേട്ടനുണ്ട്, ഭയങ്കര ആർട്ടിസ്റ്റാണ്. അപ്പം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എങ്ങനെയെങ്കിലും ആളെന്ന് കൊണ്ടുവരും. പക്ഷെ ഞാൻ വിളിച്ചാൽ വരുമോ എന്നൊരു ഡൗട്ടും എനിക്കുണ്ട്. നാളത്തെ ചടങ്ങിന് ഞാൻ പ്രമോദേട്ടനോട്ട് ഉറപ്പായിട്ടും വരും. നിനക്കറിയോ? എന്റെ ചങ്കല്ലേ, ഞാൻ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റൂ? ഇതാണ് എന്റെ അളിയൻ. ഞാൻ അളിയൻ മണ്ടനാന്ന് വെറുതെ ചിന്തിച്ചാണല്ലോ ഈശ്വര. കഴിക്കാൻ വരുന്നില്ലേ? കഴിക്കണൊക്കെ ഉണ്ട്. മനോഹരന്റെ നാളെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. സർപ്രൈസാ? എന്റെ അളിയൻ എവിടെയായിരുന്നു? എന്താടാ പ്രമോദേട്ടനകത്ത് ആഹാരം കഴിക്കണം. വന്ന ആള് എന്റെ നീ വണ്ടി മാറ്റിക്കേ. ബിരിയാണിയാ ഞാൻ കഴിക്കാറ്. ചോറെങ്കിൽ ചോറ്. അതെ, കൂടെ വന്ന ആളെന്തി? കൂടെ വന്നതാ? ഒരാളെ വന്നോളൂ. ആരാടാ ഇത്? ഇത് പ്രമോദ് വെളിയനാട്. ഏത് പ്രമോദ് വെളിയനാട്? വെളിയാട് ജംഗ്ഷനിൽ ലോട്ടറി വെച്ചാൽ പ്രമോദ്. അറിയാം, ഒരാളെ വീട്ടിൽ വിളിച്ച് ആക്ഷേപിച്ച് ഭയങ്കര മര്യാദകളായി പോയി. ദൈവമേ, ആരോ കോണിമ്പലടിക്കുന്നു. എടി നീ പോയി കഥ തുറക്ക്, ഞാനിവരൊന്ന് കൊല്ലട്ടെ. നമസ്കാരം, ബാലമാഷിന്റെ വീടല്ലേ? അതെ. ആവേശം കൊണ്ട് നരിവേട്ട. ഓ മണിയാശൻ കള. അത് കള. ഇത് ബാലമാഷിന്റെ വീടല്ലേ? ബാലമാഷിന്റെ മോളല്ലേ? അതെ. അല്ല, അയ്യോ പ്രമോദണ്ണല്ലേ? അയ്യോ ചേട്ടാ. എന്തോ? അയ്യോ ചേട്ടനല്ല, ചേട്ടാ. അയ്യോ എന്താ? അല്ല, ബോർഡ് വല്ലതും വെച്ചിട്ടുണ്ടോ? ആയുർവേദ ചികിത്സ വല്ലോ? അയ്യോ അതല്ല, എന്റെ ആങ്ങളെയാ. രണ്ടോ? അല്ല, ഒന്ന് എന്റെ ഭർത്താവാ. ഭാഗ്യം. ചേട്ടാ ഇങ്ങോട്ട് വാ. അല്ല 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 ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അയ്യോ ചൂല് ചൂല് അവനെ തലഞ്ഞെടുക്കുക. ഒലക്കൊണ്ടായിരുന്നു അവനെ അടിക്കാൻ കടവശത്ത് പൊടിഞ്ഞു. സത്യം. ഞാനേ വന്നത് ഈ ബാലമാഷിന്റെ വീട് ഞാൻ അപ്പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞ് ഇതാ വീടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നതാ, അതുകൊണ്ട് തെറ്റിപ്പോയത്. അല്ല, ദൈവമുണ്ട് ചേട്ടാ, ദൈവമുണ്ട്. ശരിക്കും? ശരിക്കും സത്യം. ഇതെന്റെ ഭാര്യയാണേ. ശരിക്കും? സത്യം. ദൈവം ഇല്ല. ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ എന്ത് വില കൊടുത്തും ചേട്ടൻ ഇവിടെ ഒന്ന് കൊണ്ടുവരണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത്രക്കുള്ള വിലയൊന്നും ഇല്ല. അങ്ങനെ അല്ലല്ല, എന്നല്ലേ അവൻ ഒറ്റൊരുത്തിനാണ് നശിപ്പിച്ചത്. ശരി ശരി. ഈ ഒറ്റപ്പേരെ ഞാൻ അവനെ തലൻ പിടിച്ചത്. അപ്പൊ ബർത്ത്ഡേ കാര്യല്ലേ? അപ്പം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ സ്നേഹാശംസകളും. ഇനി എനിക്ക് കാണാം. എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. അയ്യോ പോവാണ്. എനിക്ക് പോണ തിരക്കുണ്ട് ചേട്ടാ, ഞങ്ങളുടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോടാ പ്ലീസ്. അല്ലാതെ അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറകെ കൂടെ വരാം. ഇതാണ് കേക്ക്. ശരി. ഇതാണ് നമ്മുടെ കൊച്ചു സെറ്റപ്പ്. ഓ, മാർബിൾ അല്ലേ? ഗ്രാനൈറ്റ്. ഇതല്ല ഇത്. അപ്പൊ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. അയ്യോ ചേട്ടാ, എന്റെ ബർത്ത്ഡേ അല്ല, കട്ട് ചെയ്തു. ഒന്ന് പാടുവോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ഞങ്ങൾ അങ്ങോട്ടാ തരുന്നത്. പിന്നെ ഞാൻ കൊടുത്തോട്ടെ?
എനിക്ക് ഈ മധുരമുള്ള ഒത്തിരി നേരം നോക്കി കിടക്കില്ല, ഷുഗറിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പൊ ചേട്ടന് വേണ്ടേ? വേണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇതാ ഞാൻ മതി. ചേട്ടാ ശരി, നമുക്കൊരു സെൽഫി എടുത്തിട്ട് ആയിക്കോട്ടെ. സന്തോഷം. ഒരു സെക്കൻഡ്. മോനെ പൊക്കളിന്റെ അല്ല, ഫോണിൽ കയറി ബുക്ക് ചെയ്താ. ഓക്കെ ശരി. ചേട്ടാ പിന്നെ ഈ വയറച്ചിരി ഒന്ന് അകത്തോട്ട് പിടിക്കാവോ? മോനെ, ഈ വയറിനൊരു കഥയുണ്ടാ. ഈ വയറിന്റെ ഈ പുക്കിള് നട്ടലെ മുട്ടി നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്നൊന്നും ആരും അകത്തോട്ട് പോകുന്ന എന്നാന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ പുറത്തോട്ട് വരാൻ എത്ത വെച്ചേ ഇരിക്കട്ടെ അവിടെ. ഓക്കെ ചേട്ടൻ കുഴപ്പമില്ല, എനിക്കെന്ത് കുഴപ്പം. അയ്യോ ഓക്കെ ശരി, താങ്ക് യു. കാണാം കേട്ടോ. പിന്നെ നിങ്ങളുടെ MS വേൾഡ് ഫാമിലിയൊക്കെ എങ്ങനെ പോകുന്നു? യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് കാണാറില്ലേ? എല്ലാ എപ്പിസോഡും എപ്പിസോഡും പൂർണ്ണമായി എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. പിന്നെ ജലദോഷം ഉണ്ടോ? സോറി, ജലദോഷത്തിന്റെ അല്ല, ഞാൻ ഈ നുണ പറഞ്ഞ തുമ്മു. അതാ അപ്പൊ ഇത് ഏതാ നുണ പറഞ്ഞത്? എല്ലാ എപ്പിസോഡും കാണുമെന്ന് പറഞ്ഞത്. ഞാനെല്ലാം കാണാൻ ശ്രമിക്കാറുണ്ട്, അതാണ് സത്യം. ശ്രമിക്കാറുണ്ട്. ഓക്കെ ഏട്ടാ, സന്തോഷം. ആ, നീ ചോദിച്ചു, നീ ചോദിച്ചേടി. ചേട്ടൻ പറ. എന്തെങ്കിലും സിനിമയിൽ അവസരം വരുവാ ഞങ്ങളെ കൂടെ ഒന്ന് പരിഗണിക്കണം പ്ലീസ്. നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, തെളിച്ചുകൊണ്ടിരുന്നു. അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ. പിന്നെ നമ്മൾ വന്നപ്പോൾ പോയ ആങ്ങളയില്ലേ, ആങ്ങളെ കൂടെ തന്നെയാണോ താമസം ഇവിടെ? അയ്യോ അതെ. ആണല്ലേ? ഇത് ഒരിക്കട്ടെ, ആവശ്യം വരും. അതെ സത്യം. ഓക്കെ, പാടി. നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാൻ മണിയനാശാൻ അതെ കവുങ്ങിലൊക്കെ കയറുന്നില്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ കമങ്ങലൊക്കെ കയറുന്നത്. ഇങ്ങനെ ഓരോ കമങ്ങന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ആശാനെ, ഞാൻ മനോഹരൻ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്റെ പേര് മനോഹരൻ. എന്നാലും മനോഹരൻ. ഓക്കെ ശരി. എന്നാ അറിയാ, ഒന്നും വിഷമിക്കണ്ട. ഇതാണ് യഥാർത്ഥ പ്രമോദ് വെളിയനാട്. ആണല്ലേ? വാങ്ങിക്കുന്ന ആരാടാ? ഇത് മണിയനാശാൻ. അതെ, വഴക്ക് വേണ്ട. ഒരു പ്രമോദ് വെളിയാണ്ട് അകത്തിരിപ്പുണ്ട്, ഒന്നും വേണ്ട നിൽക്കുന്നത്. ഈ വെളിയനാട്ട് ഒരുപാട് പ്രമോദുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന പ്രമോദ് വെളിയനാട് ഈ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടാകട്ടെ. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടോ എന്ന്